നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും അദ്ദേഹത്തെ ചുറ്റുപറ്റിയുള്ള വിവാദങ്ങളും അവസാനിക്കുന്നില്ല. മുമ്പ് മുഖ്യമന്ത്രിയായതിനു ശേഷം വി ഡി സതീശനെ കാണാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് കാണാൻ അനുമതി തന്നില്ല എന്നുള്ള വലിയ വിവാദം അദ്ദേഹം ഉയർത്തുകയും മുഖ്യമന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പരസ്യമായ പ്രതികരണം ജി സുകുമാരൻ നായർ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നൊന്നും തന്നെ ഇതിനോട് മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പ്രതികരിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല. എന്നാൽ ഇന്ന് ജി സുകുമാരൻ നായരെ കാണാൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. ബജറ്റ് തിരക്കുകൾക്കിടയിൽ അദ്ദേഹം തന്റെ PA വിളിച്ചിരുന്നുവെന്നും പിന്നീട് താൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് സംസാരിക്കുകയും കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ 2 ദിവസത്തിന് ശേഷം താൻ അനുമതി നൽകിയില്ലെന്ന തരത്തിൽ വാർത്തകൾ വരികയാണ് ഉണ്ടായതെന്നും അദ്ദേഹം നേരിട്ട് ഇത്തരമൊരു പരാതി പറഞ്ഞതായി കണ്ടിട്ടില്ലെന്നാണ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതായത് അദ്ദേഹം അന്ന് തന്നെ തിരിച്ചു വിളിക്കുകയും പിന്നീട് കാണാൻ സമ്മതിക്കുകയും അനുമതി നൽകുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ കാണാൻ അനുമതി നൽകിയില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നേതാക്കളെ കാണുന്നത് എപ്പോഴും പരസ്യമായിട്ടാണെന്നും അനുമതി നിഷേധിച്ചാൽ മാത്രമാണ് അത് വാർത്തയാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടത് ഒളിച്ചല്ലെന്നും താൻ അവരെ മുറിയിലിരുത്തിയാണ് സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. തനിക്കെതിരെ വ്യാപക പ്രചാരണം നടത്തിയവർ ഉൾപ്പെടെയുള്ളവരാണ് നിവേദനം നൽകാൻ വന്നത്. അവരെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല. താൻ ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതിനിധിയല്ല. അതിനാൽ കാണാൻ വരുന്നവരോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്ന NGO യൂണിയൻ നേതാക്കളും CPM അനുകൂല അധ്യാപക സംഘടനകളും താൻ ഹിന്ദു ഐക്യവേദി നേതാക്കളെ ഇരുത്തി അതേ കസേരയിൽ വന്നിരുന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ പണ്ട് RSS നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ ഒളിച്ചു കണ്ടതുപോലെയല്ല താൻ നേതാക്കളെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണ്. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ആലുവയിലെ വസതിയിൽ വന്ന് കണ്ടിരുന്നു. അതുപോലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. കൂടാതെ നിരവധി ബിഷപ്പുമാരും സംസ്ഥയുടെ നേതാക്കളും തങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങളും സ്ഥാപനങ്ങളുടെ കാര്യങ്ങളും സംസാരിക്കാൻ വരാറുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ആര് വന്നാലും അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണെന്നും ഇത്തരം കൂടിക്കാഴ്ചകളെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി തന്നെ കാണുമെന്ന് പറയുന്നത് ഇനി ഫോട്ടോയിൽ മാത്രമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബജറ്റിന്റെ തിരക്കായതുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നതെങ്കിൽ അത് അന്ന് തന്നെ പറയാമായിരുന്നു. ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ കാര്യമില്ലെന്നും ജി സുകുമാരൻ നായർ പ്രതികരിച്ചു. താൻ കണ്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം കഴിഞ്ഞെന്നും തനിക്കിനി ആരെയും കാണേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രധാനമായും രാഷ്ട്രീയ നിലപാടുകളെയും സമുദായ സംഘടനകളോടുള്ള സമീപനത്തെയും ചൊല്ലിയുള്ളതാണ്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇതിലൊരു വിശദീകരണം നടത്തിയിരിക്കുകയാണ്. താൻ കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ ഒരു പ്രസ്താവന പുറത്തിറങ്ങുന്നത്. അതായത് മുഖ്യമന്ത്രി അനുമതി നിഷേധിച്ചു എന്നുള്ള തരത്തിൽ. ആദായ നികുതി നിയമങ്ങളിലെയും കമ്പനി നിയമങ്ങളിലെയും ഭേദഗതികൾ ചർച്ച ചെയ്യാനാണ് NSS നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസ് 2 തവണ അനുമതി ചോദിച്ചിരുന്നുവെങ്കിലും അത് ലഭിച്ചില്ല എന്നായിരുന്നു ജി സുകുമാരൻ നായർ പ്രതികരിച്ചത്. അഹങ്കാരി എന്ന പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വി ഡി സതീശൻ അഹങ്കാരത്തോടെയാണ് പെരുമാറുന്നതെന്നും ഇനി അദ്ദേഹത്തെ കാണാൻ NSS അപേക്ഷിക്കില്ലെന്നും ജി സുകുമാരൻ നായർ പരസ്യമായി വിമർശിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്ത് സഹായം അഭ്യർത്ഥിച്ച് NSS ആസ്ഥാനത്ത് വരികയും പിന്നീട് സമുദായ നേതാക്കളുടെ വാതിലിൽ രാഷ്ട്രീയക്കാർ കാത്തു കിടക്കേണ്ടതില്ലെന്ന് പറയുകയും ചെയ്യുന്ന വി ഡി സതീശന്റെ ഇരട്ടത്താപ്പ് നയത്തെയാണ് സുകുമാരൻ നായർ പ്രധാനമായും എതിർക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ NSS എതിർത്തിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിലും സുകുമാരൻ നായർക്ക് അതൃപ്തിയുണ്ടായിരുന്നു. സുകുമാരൻ നായരും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിലുള്ള ഈ തർക്കം കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും വലിയ ചർച്ചയായി മാറാറുണ്ട്. ദീർഘകാലമായി LDF സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വിവിധ നയങ്ങൾക്കെതിരെ സുകുമാരൻ നായർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച പുതിയ അനുകൂല നിലപാടുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും ജി സുകുമാരൻ നായർ പ്രസ്താവിച്ചതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു.
NSSന്റെ പരമ്പരാഗത സമദൂര നയത്തിൽ നിന്ന് മാറി ചില പൊതു തെരഞ്ഞെടുപ്പുകളിൽ ശരിദൂര നിലപാട് പ്രഖ്യാപിച്ചതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മുന്നണികളെ സമ്മർദ്ദത്തിലാക്കാനും സമുദായ വോട്ടുകളെ സ്വാധീനിക്കാനും സംഘടന ശ്രമിക്കുന്നു എന്ന വിമർശനം ഇതിലൂടെ ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും NSSനെതിരെ തുറന്നടിച്ചതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല CP രാധാകൃഷ്ണനും അദ്ദേഹവും വലിയ രീതിയിലാണ് NSS നേതൃത്വത്തിലെ ഇപ്പോഴത്തെ ചില ആളുകളെ കുറിച്ചുള്ള കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം കൂടുതൽ വിവാദങ്ങളിൽ ചെന്നപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളതിൽ കൂടി മുഖ്യമന്ത്രിയും ഒരു വിശദീകരണം നടത്തുകയാണ്. VD സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണുന്നതാണ്. ഇന്ന് പൊതുജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും മുഖ്യമന്ത്രിയോട് പരാതിയോ മറ്റു പറയാനുണ്ടെങ്കിൽ നേരിട്ട് കയറി ചെല്ലാനുള്ള ഒരു സാധ്യതയുണ്ട്. 10 വർഷത്തിന് ശേഷമായിരിക്കാം സാധാരണ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്രയേറെ തിരക്കാണ്. പലപ്പോഴും പല വീഡിയോസും വരുമ്പോൾ കാണാം അദ്ദേഹം ഇരുന്നുകൊണ്ട് പോലും അല്ല സംസാരിക്കുന്നത്, അദ്ദേഹം നിന്നുകൊണ്ടാണ് ആളുകളുടെ പരാതികൾ കേൾക്കുന്നത്. അദ്ദേഹം പല മേശയുടെയും പുറത്ത് ചാരി നിന്നുകൊണ്ടാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. അത്രയേറെ തിരക്കും അത്രയേറെ പൊതുജനങ്ങളെ കാണാൻ പരമാവധി ഒരു ദിവസത്തിൽ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു ദിവസം അനുമതി ലഭിച്ചില്ല അല്ലെങ്കിൽ 2 ദിവസം അനുമതി ലഭിച്ചില്ല എന്നതിന്റെ പുറത്ത് മുഖ്യമന്ത്രി അഹങ്കാരിയാണെന്നും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചിരിക്കുന്നത്.